എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് താളും ചേമ്പുത്തും വെച്ചിട്ടൊരു കറിയാണ്, ഒരു നാടൻ കറിയാണ്. അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. തൊലിയൊക്കെ പൊളിച്ചെടുക്കണം. ഇത് താള് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ്. നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് താളാണ്, അതിൻ്റെ തന്നെ ചേമ്പുത്താണത്. ഇതിലേക്ക് 4 പച്ചമുളക് കീറിയിട്ടത്. എല്ലാവരും കപ്പ വെച്ചിട്ടാണ്, കപ്പയും താളും കൂടിയാണ് ഉണ്ടാക്കുക. ഞാൻ ചെയ്യുന്നത് ചേമ്പുത്തും താളും വെച്ചിട്ടാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു മഞ്ഞ കളർ ഇട്ടാൽ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ തന്നെ വേണ്ട. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അടുപ്പത്ത് വെച്ചൊരു 4 വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കണം. അതുപോലെ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വരണം. അടച്ച് വെച്ച് വേവിക്കാം. തേങ്ങ 1/2 മുറി തേങ്ങയാണിത്. ഇത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അതുകൊണ്ട് 3 വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, ഒരു 1/4 സ്പൂണ് നല്ല ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്തൊന്ന് അരച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. താളും ചേമ്പുത്തൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതായത് കയ്യിൽ വെച്ചൊന്ന് ഉടച്ച് കൊടുക്കുക. നല്ലപോലെ എല്ലാം നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ താളും ചേമ്പുത്തും ഇതിൻ്റെയൊക്കെ കറി നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അധികം തിളക്കണ്ട, കുമ്പള പോലെ ഒന്ന് വന്നാൽ മതി. ഇത് പണ്ടത്തെ കാരണന്മാരുടെ കറിയാണ്, ചേമ്പും താളും. ചിലർ ചേമ്പും കപ്പയും കൂടെയാണ് കറി വെക്കുക. ഇത് ചേമ്പ് വിത്താണ്. വിത്ത് ഇത് നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നാൽ മതി, തിളക്കണ്ട. കുമ്പളകളായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇറക്കി വെക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, 1 സ്പൂൺ ചതച്ച മുളക്, താളിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.